അല്ല നിങ്ങൾ ഇടപെടല്ലേ, ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പോയേക്കാം. മാന്യമായി സമയം തന്നെ. ഇത്രയും നുണയും ആക്ഷേപവും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളും കോൺഗ്രസ് പ്രതിനിധി പറയുമ്പോ സംഗീതം പോലെ കേട്ടിരുന്നു താങ്കൾ. ഇന്നും കിട്ടിയില്ലേ? എന്തായിരുന്നു വിഷയം? കെ ശരൺകുമാർ കടുത്ത വിമർശനമാണ് ഉന്നയിക്കപ്പെടുന്നത്. പ്രതിപക്ഷ നേതാവ് ആയി പിണറായി വിജയൻ എത്തിയതിനെ കുറിച്ച് പോലും പരിഹാസം കലർന്ന വിമർശനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. 21,000 രൂപ ആദ്യ ക്യാബിനറ്റിൽ നൽകും എന്ന് വി ഡി സതീശൻ ഉറപ്പു നൽകി എന്ന് പറയുന്നതിന് ആധികാരികമായ എന്താണ് നിങ്ങളുടെ കൈവശമുള്ളത്? വർധനയുണ്ടാകും എന്നതിനപ്പുറത്തേക്ക് ഒറ്റയടിക്ക് 21,000 രൂപയും വർദ്ധിപ്പിച്ചു നൽകും എന്ന് പറഞ്ഞിരുന്നോ പ്രതിപക്ഷം? ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു തോറ്റു എന്ന് സമ്മതിക്കുന്നില്ല, ജനങ്ങളാണ് കുറ്റക്കാരനെന്ന് പറഞ്ഞു. ഒരു മാറ്റവും ഇല്ലല്ലോ. അതുപോലെ തന്നെ ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പർ ആ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കരുതി വച്ചിരിക്കുന്നതെല്ലാം ഈ ചർച്ചയിൽ അവസരോചിതമല്ലാതെ തന്നെ കൊണ്ടുവന്നത് മുഴുവൻ ഞാൻ പറഞ്ഞു പോകും എന്നതാണ്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഏതെങ്കിലും തരത്തിൽ തോറ്റിട്ടില്ല എന്നോ ഈ പറഞ്ഞ ആരോപണം എന്തെങ്കിലും ഈ ചർച്ചയുടെ ഭാഗമായിട്ട് വന്നോ? ആങ്കർ എന്ന രൂപത്തിൽ താങ്കൾ 2 ചോദ്യമാണ് കോൺഗ്രസ് പ്രതിനിധിയോടും കോൺഗ്രസ് സഹയാത്രികനോടും ചോദിച്ചത്. വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാട് 1937 പ്രമേയത്തിൽ നിന്നും മാറ്റം വന്നോ? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചർച്ചയിൽ വന്നെടുത്ത തീരുമാനത്തിൽ നിന്നും മാറ്റം വന്നോ? മറുപടി പറഞ്ഞോ അവർ? താങ്കൾ വീണ്ടും ചോദിച്ചുമില്ല. ഏത് ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി ഞങ്ങൾ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അത് വലിയ കുറ്റം, ചരിത്രത്തിൽ ഏറ്റവും വലിയ കുറ്റമായിട്ട് നിങ്ങൾ ഞങ്ങളുടെ തലയിലേക്ക് വയ്ക്കുന്നു. കോൺഗ്രസ് പ്രതിനിധിയും കോൺഗ്രസ് സഹയാത്രികനും ആങ്കർ എന്ന രൂപത്തിൽ താങ്കൾക്ക് വീണ്ടും അതിൽ ഒരു ചോദ്യവുമില്ല. രണ്ടാമത്തെ ചോദ്യം എന്താ? ഞാൻ രണ്ടാമത് കൃത്യമായി ശ്രീ എൻ ശ്രീകുമാരോട് ചോദിച്ചു കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്ന് ചോദിച്ചു. അങ്ങ് കേട്ടതാണ്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ശ്രീ എൻ ശ്രീകുമാർ അത് ഇല്ല എന്ന് പറയില്ല എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ചോദിച്ചു, എനിക്ക് അതിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അല്ല, ഇങ്ങനെയല്ലല്ലോ ചോദിക്കാറ്. ആ ചോദിച്ചാൽ ഉത്തരം കിട്ടിയില്ലെങ്കിൽ ആങ്കർ എന്ന രൂപത്തിൽ താങ്കൾ അല്ല ഇങ്ങനെയല്ലല്ലോ ഇടപെടാറ്. ആ ചോദ്യം ചോദിച്ചു, ഉത്തരം ഈ പറയാതെ തെന്നി മാറി CPM-നെ കുറെ ആക്രമിച്ചു, ഇടതുപക്ഷത്തിനെ കുറെ ആക്രമിച്ചു. താങ്കൾക്ക് സന്തോഷമായി, ഒരു ഉപചോദ്യവുമില്ല. പക്ഷെ CPM-ന്റെ പ്രതിനിധിയോട് താങ്കൾ ഇങ്ങനെയല്ലല്ലോ. 10ഉം 20ഉം ഉപചോദ്യം ചോദിച്ച ചോദ്യങ്ങൾ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഞങ്ങൾക്കതിൽ പരാതിയൊന്നുമില്ല. എനിക്കൊരു വിഷമമില്ല. ഞങ്ങൾ ഈ രാഷ്ട്രീയപരമായിട്ട് പറയേണ്ട അഭിപ്രായം പറഞ്ഞു. ഉത്തരവാദിത്തം അല്ല സന്ദീപേ, അത് കൈവശം വച്ചാൽ മതി. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? ഞാൻ എന്റെ സംസ്കാരത്തിനും എന്റെ രീതിക്കും അനുസരിച്ച് താങ്കൾ പല പ്രകോപനം ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞില്ല. അത് താങ്കൾ പഠിച്ച സ്കൂളിലല്ല ഞാൻ പഠിച്ചത്. എന്നിട്ട് ഒറ്റ മിനിറ്റ്. താങ്കൾ പിടിച്ച കാവിക്കൊടി അങ്ങ് മങ്ങിയപ്പോ ഏത് കൊടിയാണെന്നവർക്കറിയാം, കേരളത്തിലെ ജനതയ്ക്കും അറിയാം. അതുകൊണ്ട് അല്ല, ഏത് കാടിൽ ഇരുന്നാലും താങ്കൾ പിടിച്ച കാവിക്കൊടി നിറം മാറിയെന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്നെ കൊണ്ട് അത് പറയിപ്പിക്കണ്ട. താങ്കളുടെ പാർട്ടിയുടെ നിലപാട് പറയാൻ അധികം ഞാൻ കൃത്യമായിട്ട് പറയുക. അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. കൊലയില്ലാത്ത കൊമ്പൻ. എന്തുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വരട്ടാനും ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതോടുകൂടി എല്ലാം അങ്ങ് പോയി എന്ന് പറഞ്ഞ് മുദ്ര കുത്തുവാണെങ്കിൽ അങ്ങ് മുദ്ര കുത്തിക്കോ. ഇതിലും വലിയ തോൽവി ഞങ്ങൾ തോറ്റിട്ടുണ്ട് 1977. എന്തോന്ന് അടവ് എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? വർദ്ധിത വീര്യത്തോടെ ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനിയും ഈ 35 സീറ്റേ ഉള്ളൂ, അതുകൊണ്ട് CPM അങ്ങ് മിണ്ടാൻ പാടില്ല എന്നാണ് നിങ്ങൾ പറയുന്നെങ്കിൽ അതങ്ങ് മടക്കി 4 മടക്കി പോക്കറ്റിൽ വെച്ചോ. ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം പറയും, അഭിപ്രായം പറയും, കൃത്യമായിട്ട് ഉയർന്നു വരുന്ന ഓരോ വിഷയത്തിലും അന്തസ്സോടെ നിലപാട് പറയും. നിക്ക് താങ്കൾ അങ്ങ് ബുദ്ധിമുട്ടല്ലേ? ഒറ്റ മിനിറ്റ്. 3 തവണ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു ഏത് ഒന്നുമില്ലാത്ത ഖജനാവ് 6300 കോടി രൂപ ഈ ഖജനാവിലുണ്ട്. കേൾക്കാൻ നല്ല രസമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഏപ്രിൽ കുടക്കേണ്ട മുഴുവൻ ചുമതലയും നിർവഹിച്ച് പെൻഷനും അതുപോലെ കുടിശ്ശികയും മറ്റെല്ലാം കൊടുത്ത് 6300 രൂപ പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവെന്ന് ഇവർ വിശേഷിപ്പിക്കപ്പെടുന്ന ഖജനാവിലുണ്ട്. അതിനൊന്നും ഇല്ലേ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയട്ടെ. നിങ്ങൾ ധവളപത്രം ഇറക്കുന്നതിന് 2 ലക്ഷം. അല്ല, നിങ്ങൾ ഇടപെടല്ലേ, ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പോയേക്കാം. മാന്യമായി സമയം തന്നെ. ഇത്രയും നുണയും ആക്ഷേപവും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളും കോൺഗ്രസ് പ്രതിനിധി പറയുമ്പോ സംഗീതം പോലെ കേട്ടിരുന്നു താങ്കൾ. ഒരക്ഷരം താങ്കൾ ഇടപെട്ടിട്ടില്ല. വീണ്ടും പറയാൻ അവസരം ചോദിച്ചപ്പോൾ 3 തവണ അവസരം കൊടുത്തു. ഒന്ന് കേൾക്കാൻ, അല്ലെങ്കിൽ ഞാൻ ചർച്ചയിൽ നിന്ന് പോയേക്കാം. ഇല്ല, ഞാൻ അങ്ങനെ സമയം അപഹരിക്കുന്നില്ല. അങ്ങേക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ ചർച്ച അവസാനിപ്പിക്കുകയുള്ളൂ. വൈറ്റ് പേപ്പർ വരട്ടെ. ഒറ്റ മിനിറ്റ്. വൈറ്റ് പേപ്പറോ
ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. വരട്ടെ, ഞങ്ങളിത് തോറ്റേന്റെ കേൾക്കേണ്ട സംഗ്രഹം. കാര്യം- ശ്രീ സന്ധ്യ വാര്യർ ഇവർക്ക് അല്ലല്ല രണ്ട് ആ ലക്ഷ്യമുണ്ട്. ശ്രീ ഒന്ന് സന്ധ്യ വാര്യർ ഇടതുപക്ഷം സന്ധ്യ വാര്യർ നടത്തിയ- പ്ലീസ് അല്ല, അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ഞാൻ ഇടപെട്ടൊന്നുമില്ലല്ലോ. ഞാൻ കമന്റ് പറഞ്ഞിട്ടുള്ളൂ. മര്യാദകേടെ അതിന്റെ പേര് നിയുക്ത MLA എന്ന് ആക്കരുത്. ഒരു ഘട്ടത്തിൽ പോലും താങ്കൾ ഇത്ര നുണയും പരസ്പര വിരുദ്ധമായ ആക്ഷേപം പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല. അടച്ചിട്ട് മണലി വരാൻ പോടെ ഇറക്കാം. എന്നെ മര്യാദ പഠിപ്പിക്കണ്ട. ഇവിടെ ധവളപത്രമോ ഏത് പത്രമോ വന്നിട്ട് ഞാൻ ഇടപെട്ടില്ലല്ലോ. ഞാൻ കമന്റ് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. UDF-ന് 2 ലക്ഷം. ഒന്ന്, അവർ 35,000 കോടി രൂപയിലധികം ഒരു വർഷം പ്രീമിയം അടയ്ക്കേണ്ട ഓഫർ വരെ അവർ കൊടുത്തിരിക്കുക. വെള്ളം അടിച്ചാ ഇതാ കുഴപ്പം. ഞാൻ സുബോധത്തോടുകൂടി തന്നെ സംസാരിക്കുന്നത്. അപ്പൊ അത് ചെയ്യാൻ കഴിയില്ലെന്ന ബോധ്യമുള്ളത് കൊണ്ട് അതിനൊരു കാരണം കണ്ടെത്തണം. ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ജനസേവന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും ഒന്ന് നിർത്തലാക്കണം. മനസ്സിലാക്കി കളഞ്ഞല്ല. അതിന് ബുദ്ധിമുട്ടാണ്, പണമില്ല എന്ന് വരുത്തി തീർക്കണം. അതിനു വേണ്ടിയിട്ടാണ് 6,300 കോടി രൂപ സംസ്ഥാന ഖജനാവിൽ കിടക്കുമ്പോ ഇന്നും കേരളത്തിലെ മുൻ ധനകാര്യമന്ത്രി പറഞ്ഞല്ലോ ഇത്ര കോടി രൂപയുണ്ട്. ഇല്ല എന്ന് നിഷേധിച്ചോ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നേ പറയൂ. ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമായിട്ട് തുടരും. ഞങ്ങൾ ഒരു അനാവശ്യ സമരത്തിനും പോകില്ല, ഒരു കോടതിയിലും ഞങ്ങൾ പോകില്ല, ഒരു വികസന പ്രവർത്തനത്തിനും എതിരായിട്ട് ഞങ്ങൾ പോകില്ല. എല്ലാം വരാനിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ ഇതിലൊന്നും ഒരു പ്രതികരിക്കാൻ പോകില്ല. രാഷ്ട്രീയ വിഷയം ഉയർന്നു വരുമ്പോൾ ഞങ്ങൾ പ്രതികരിക്കും. ഞങ്ങൾ കൃത്യമായിട്ട് ഇടപെടും. ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഭയങ്കരം തന്നെ. ശ്രീ അരുൺകുമാർ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് കോൺഗ്രസുകാർ മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞില്ലല്ലോ. പറഞ്ഞിട്ടില്ല. ഏത് ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്? അതുപോലും കേൾക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. 21,000 രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കാമെന്ന് പ്രതിപക്ഷം പറഞ്ഞിരുന്നു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ 21,000 രൂപയും നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് സമരപന്തലിൽ പോയി പറഞ്ഞിരുന്നു. അത് ഉത്തരം പറ. അത് ഞാൻ താങ്കൾക്ക് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. 21,000 രൂപ ആവശ്യപ്പെട്ടുകൊണ്ടും നിരവധി 8 ആവശ്യങ്ങൾ ഇൻ അഡീഷൻ ടു 8 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ സമരപന്തലിൽ ചെന്ന് വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? 2026 UDF അധികാരത്തിൽ വരുമെന്നും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിന് തീരുമാനമാക്കുമെന്ന് പറയുമ്പോൾ 21,000 അല്ല ഗഡുക്കളായി വർദ്ധിപ്പിക്കുമാണ് എന്നാണ് ഉദ്ദേശിച്ചതെന്ന് തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു രേഖ താങ്കൾ പറഞ്ഞ് താങ്കൾ സാധൂകരിച്ചോ? ഇവനെന്ത് വിവരക്കേടാ ചോദിക്കണേ? VD സതീശൻ സമരപന്തലിൽ പോയി പറഞ്ഞത് ആദ്യ ക്യാബിനറ്റിൽ നിങ്ങളുടെ ഈ ഓണറേറിയത്തിൽ വർധനയുണ്ടാകും എന്നാണ്. ഇനി അങ്ങ് അയച്ചു തന്ന വീഡിയോ ആണ് എങ്കിൽ അത് കേൾക്കുകയും ചെയ്യാം. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. 2026 UDF ഗവൺമെന്റ് വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ തീരുമാനം ഉണ്ടാവും. നിങ്ങളുടെ തീരുമാനം ആദ്യത്തെ ക്യാബിനറ്റ്. അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ ഏത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ, ഏത് ഭരണപരമായ നടപടികൾ ഉണ്ടാവുള്ളൂ. അതെ, എനിക്ക് തോന്നുന്നതാണോ അതോ ശരിക്കും മണ്ടനാണോ? ആ വീഡിയോയുടെ പുറത്ത് ആശാ വർക്കർമാർക്ക് 21,000 രൂപ അനുവദിക്കും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് അങ്ങയുടെ പാർട്ടിയുടെ സൈബർ വിഭാഗം എഴുതി വെച്ചതാണ്. VD സതീശൻ പറഞ്ഞതല്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.